ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകത്തിലെ അവസാനത്തെ അധ്യായമായ 36-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 36-ാം അധ്യായത്തിൽ പെൺമക്കൾ മാത്രമുള്ള വിവാഹിതയുടെ അവകാശം ആർക്ക് പോകും എന്നതിനെക്കുറിച്ച് ഒരു തർക്കം ഇസ്രായേൽ ജനത്തിനിടയിലുണ്ടായി. കാരണം 12 ഗോത്രങ്ങൾക്കായി ആ കനാൻ ദേശം ഭാഗിച്ചെടുക്കേണ്ട രീതി യഹോവയായ ദൈവം മോശെ മുഖാന്തരം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. അത് നറുക്കിട്ട് വലിയ ഗോത്രത്തിന് വലിയ അവകാശവും ചെറിയ ഗോത്രങ്ങൾക്ക് ചെറിയ അവകാശവും ഒക്കെ ലഭിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനെയൊരു സംശയം ഉണ്ടാകുന്നത്, പെൺമക്കൾ മാത്രമാണെങ്കിൽ അവകാശം എങ്ങോട്ട് പോകും? കാരണം വിവാഹം കഴിക്കുമ്പോൾ മറ്റു ഗോത്രങ്ങളിൽ നിന്നും കൂടി അവർക്ക് വിവാഹം കഴിക്കാമല്ലോ. അങ്ങനെ കഴിക്കുമ്പോൾ പെൺമക്കൾക്കുള്ള അവകാശം അത് മറ്റു ഗോത്രങ്ങളിലേക്ക് പോവുകയും അവർ ജനിച്ചു വളർന്ന ഗോത്രത്തിൻ്റെ അവകാശം അവർക്ക് കുറഞ്ഞു പോവുകയും ചെയ്യും. കാരണം അവിടുത്തെ അവകാശം നമുക്കറിയാം സ്ഥലമാണ്, ആ സ്ഥലം മറ്റു ഗോത്രങ്ങളിലേക്ക് പോകും. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ളൊരു സംശയം. കാരണം ജോസഫിൻ്റെ ഗോത്രത്തിൽ അഥവാ മനശ്ശയുടെ ആ ഗോത്രത്തിൽ ഒരു വ്യക്തിക്ക് 5 പെൺമക്കളാണ് അന്നുണ്ടായിരുന്നത്. അപ്പം അതിന് എന്തു ചെയ്യണമെന്നുള്ളതാണ് ചോദ്യം. മാത്രമല്ല ജൂബിലി വരുമ്പോഴും അവരുടെ ആ അവകാശത്തിലേക്ക്, അവർ വിവാഹം കഴിച്ച ഭർത്താവിൻ്റെ അവകാശത്തിലേക്ക് അവരുടെ അവകാശം പോകണമെന്നാണല്ലോ. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് ഇവിടെ വന്നത്. ഇപ്പോൾ സെലോഹാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്, ജോസഫിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവന് 5 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 5 പെൺമക്കളെയും ചിലപ്പം മറ്റ് ഗോത്രങ്ങളിലൊക്കെ വിവാഹം കഴിച്ചു പോകാം. അപ്പോൾ അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളൊക്കെ അങ്ങനെ പോവില്ലേ എന്നുള്ളതാണ് സംശയം. അപ്പോൾ അവർ മോശയോട് പറഞ്ഞപ്പോൾ മോശ ദൈവത്തോട് ആലോചന ചോദിച്ചു. യഹോവയായ ദൈവം പറഞ്ഞ പ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് പറയുന്നു. അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള പുരുഷന്മാരെ വിവാഹം കഴിക്കാം, പക്ഷേ അത് അവരുടെ പിതൃഗോത്രത്തിൽപ്പെട്ട കുടുംബങ്ങളിൽ നിന്നായിരിക്കണം. അങ്ങനെ പിതൃഗോത്രത്തിൽപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് വിവാഹം കഴിക്കുമ്പോൾ അവരുടെ അവകാശം ആ ഗോത്രത്തിൽ തന്നെ ആയിരിക്കും. ആ അവകാശം മറ്റ് ഗോത്രങ്ങളിലേക്ക് ഒരിക്കലും അത് മാറിപ്പോവില്ല. അങ്ങനെ യഹോവയായ ദൈവം പറഞ്ഞത് അനുസരിച്ച് മനശ്ശെ ഗോത്രത്തിലെ സെലോഹാദിൻ്റെ 5 പുത്രിമാരുടെ പേര് പറയുന്നു: മക്ല, തിർസ, ഹൊഗ്ല, മിൽക്ക, നോവ. അവരെന്ത് ചെയ്തു? അവരുടെ പിതൃഗോത്രത്തിൽപ്പെട്ട ഇഷ്ടമുള്ള പുരുഷന്മാരെ അവർ തിരഞ്ഞെടുത്ത് വിവാഹം കഴിക്കുകയും അങ്ങനെ ആ മനശ്ശ ഗോത്രത്തിൻ്റെ അവകാശം മറ്റ് ഗോത്രങ്ങളിലേക്ക് പോവാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. അത് അന്നത്തെ യഹോവയായ ദൈവം മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് കൊടുത്ത ഒരു നിയമമാണ്. പുതിയ നിയമവുമായി നമ്മളിതിനെ ബന്ധിപ്പിക്കുമ്പോൾ വിശ്വാസിയുടെ അവകാശം എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസമാണ്. ഈ ഭൂമി നമുക്ക് അവകാശപ്പെട്ടതല്ല. നമ്മൾ ഈ ഭൂമി വിട്ട് നമ്മളൊക്കെ പോവേണ്ടവരാണ്. പഴയ നിയമത്തിൽ അതിൻ്റെ ഒരു നിഴലാണല്ലോ ഈ ഭൂമിയിലെ കാര്യങ്ങൾ. നമ്മളെ പ്രത്യാശ വെച്ചിരിക്കുന്ന വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചാണ്. അപ്പോൾ അവിടെ നമ്മുടെ വിശ്വാസികൾ എന്തു ചെയ്യണം? അവരുടെ അവകാശം വിശ്വാസമായതുകൊണ്ട് വിവാഹം കഴിക്കുമ്പോൾ വിശ്വാസികളുമായിട്ടുള്ള വിവാഹബന്ധത്തിൽ ഏർപ്പെടുക. അവിശ്വാസികളുമായി വിവാഹബന്ധത്തിൽ ഒക്കെ നമ്മൾ ഏർപ്പെടേണ്ടി വരുമ്പോൾ നമ്മുടെ അവകാശം നമ്മുടെ ആ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചതായ അവകാശം അത് അവിശ്വാസികളിലേക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ വിവാഹാലോചനകളൊക്കെ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് നമുക്കറിയാം, ഇൻ്റർകാസ്റ്റ് മാരേജിനെയാണ് ഗവൺമെൻറ് എപ്പോഴും ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്.
അത് രാഷ്ട്രത്തിൻ്റെ നിയമം അനുസരിച്ച് അങ്ങനെയാണെങ്കിലും നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ വരുമ്പോൾ വിശ്വാസികളുമായിട്ട് വിവാഹം കഴിക്കുന്നതാണ് വിശ്വാസ ജീവിതത്തിനും അവർക്ക് ജനിക്കുന്ന മക്കൾക്കും എപ്പോഴും അനുഗ്രഹം അത് തന്നെയായിരിക്കും. എങ്കിൽ രണ്ട് വിശ്വാസത്തിലുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ ജനിക്കുന്ന കുട്ടി ഏത് വിശ്വാസത്തിലേക്ക് പോകും? ഈശ്വര വിശ്വാസം ഇല്ലാത്തവർക്കത് പ്രശ്നമല്ല, പക്ഷേ ഈശ്വര വിശ്വാസം ഉള്ളവർക്കതൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമുക്ക് പൂർവികന്മാരായി നമുക്ക് കൈമാറി തന്ന സത്യവിശ്വാസം നമ്മുടെ തലമുറകളിൽ നിന്ന് മാറിപ്പോകാതെ നശിച്ചു പോകാതെ കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമേ നമുക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്കിടയാകണം. അങ്ങനെ സംഖ്യാപുസ്തകം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സംഖ്യാപുസ്തകം 1 അധ്യായം മുതൽ മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് കനാനിൽ ചെന്നതിന് ശേഷം അവർ എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം, അവർ തമ്മിലുള്ളതായ ആ ബന്ധങ്ങളിലൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട നിയമങ്ങളും കാര്യങ്ങളും ശുദ്ധീകരണങ്ങളും എന്ന് വേണ്ട ധാരാളം കാര്യങ്ങൾ ഈ 36 അധ്യായങ്ങളിലൂടെ നമുക്ക് പഠിക്കാൻ സാധിച്ചു. ഇനി മുതൽ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആ പുതുവർഷം ബൈബിൾ വായനയുടെ ഒരു വർഷമായിട്ട് നമുക്ക് മാറണം. ഇനി നമ്മൾ ആവർത്തന പുസ്തകങ്ങളിലേക്ക്, പഞ്ചഗ്രന്ഥങ്ങളിലെ അവസാനത്തെ പുസ്തകമായ ആവർത്തന പുസ്തകത്തിലേക്ക് 1-ാം തീയതി മുതൽ നമ്മൾ പ്രവേശിക്കുകയാണ്. മറ്റുള്ളവരെ കൂടി ബൈബിൾ വായിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള പ്രേരണ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. കാരണം നമുക്കറിയാമല്ലോ, ഇത്രയും നാൾ ബൈബിൾ വായിച്ചപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവവചനം ഈ ഭൂമിയിൽ നമുക്കൊരു വലിയ വെളിച്ചമാണ്. എന്നും അത് വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അതുകൊണ്ട് കഴിഞ്ഞൊരു വർഷക്കാലം ഈ ബൈബിൾ റീഡിങ്ങുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി കർത്തൃനാമത്തിൽ വിനീതമായിട്ട് ഈ സമയത്ത് അറിയിക്കുകയും അടുത്ത വർഷം കൂടുതൽ ശക്തിയോടെ ഈ ഒരു പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകുവാൻ ദൈവമേ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഒരു പുതുവത്സരം ആശംസിക്കുന്നു. ഇനി നമുക്ക് വരുന്ന വർഷം സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ, ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു വർഷമായി തീരട്ടെ എന്നുള്ള ഒരു ആശംസയോടെ ഈ പുസ്തകം ഇവിടെ സമാപിപ്പിക്കുന്നു. നാളെ മുതൽ 1-ാം തീയതി മുതൽ നമ്മൾ ഇനിയും ആവർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് വായിക്കുവാൻ തക്കവണ്ണം എല്ലാവരും തയ്യാറാവുക. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.